ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു രസമാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയുള്ള രസമാണിത്. ആദ്യം തന്നെ നമുക്കൊരു മാങ്ങ എടുത്ത് വയ്ക്കാം. അത് മീഡിയം സൈസിലുള്ള ഒരു മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പച്ചയല്ല, എന്നാൽ മൂത്ത ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഞാൻ ഈ ഗ്ലാസ്സിലാണ് അളന്നിരിക്കുന്നത്, ഒരു അര ഗ്ലാസ് പരിപ്പെടുക്കാം. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക. കഴുകി വൃത്തിയായതിനു ശേഷം പരിപ്പൊന്ന് കുക്കറിലിട്ട് ഇടുക. പരിപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മാങ്ങ ഒന്ന് പീസാക്കി എടുക്കണം. ചെറിയ ചെറിയ പീസുകളാക്കിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും ഈ പരിപ്പിനോടൊപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മാങ്ങ എന്ന് പറയുന്നത് നല്ല പുളിയുമുണ്ട്, ചെറുതായിട്ട് ഒരു മധുരവുമുള്ള ഒരു മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം ഒരു 6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് 2ആയിട്ട് കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പച്ചമുളകും കൂടി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് ചതച്ചിടാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യമെങ്കിൽ മാത്രം. ചിലർക്ക് മഞ്ഞൾപ്പൊടി ഇഷ്ടമായിരിക്കില്ല. പിന്നെ ഒരു അര ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം നിങ്ങൾക്ക് ഇനി കുറച്ച് അധികം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് 1 കപ്പും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം കുക്കറൊന്ന് അടച്ച് വെച്ച് 3 വിസിൽ വരുന്നവരെ വേവിക്കാം. 3 വിസിൽ കഴിഞ്ഞ് ഇറക്കിയപ്പോൾ നന്നായിട്ട് എല്ലാനും വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. അരിപ്പയിലോട്ടൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ചൂടാറിയിട്ടാണ് അരിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. കുറച്ച് സമയം വെച്ചാൽ കുറച്ചുകൂടി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ വേഗത്തിൽ അരിച്ചെടുക്കുന്നേ ഉള്ളൂ. ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കണേ. അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഇനി ചോറിനൊക്കെ ആണെങ്കിൽ ഈ ഒരു പാകം മതിയാകും. ഇനിയല്ല വെറുതെ കുടിക്കാൻ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 2 ടീസ്പൂൺ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിനുശേഷം ചൂടാവുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാനെടുത്ത കറിവേപ്പില ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു, കഴുകിയപ്പോൾ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അങ്ങനെ. അപ്പോൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ഉപയോഗിച്ചുള്ള രസം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഈ രസം. സിമ്പിളായിട്ട് ഉണ്ടാക്കാനും കഴിയും. നമുക്ക് ഒരു വെറൈറ്റിയുമാണ് ഈ രസം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു രസം കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൂടി നോക്കണേ. ഓക്കെ, താങ്ക് യു.